ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗസ്ഥിതേ ജഗന്മാതാ മഹാലക്ഷ്മീ നമോസ്തുതേ. പാരാഗേ കർമ്മബന്ധ പടുകുഴിയിലമർന്നാർത്തനായി അന്ധനായി ഇട്ടാരാലും രക്ഷ കൈവന്നിടുവതിനെളുതാൽ എന്നിടത്തെത്തി നിൽക്കേ. ഓർക്കാതിന്നോടിയെത്തി അഖില ജനനിയാം നിൻപദശ്രേണി തന്നിൽ മാതാവേ. കാത്തുരക്ഷിക്കുക കടലിണയിൽ ക്ഷീണനായി വീണൊരെന്നെ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഷഷ്ഠസ്കന്ധം 17-ാമത്തെ അധ്യായം ഇന്നലെ മുതൽ അവലോകനം ചെയ്തു തുടങ്ങി. ഗർഭങ്ങളെയെല്ലാം ഹൈഹയന്മാര് നശിപ്പിച്ചപ്പോഴ് ദുഃഖാർത്തരായിട്ടുള്ള ബ്രാഹ്മണ സ്ത്രീകള് ഹിമാലയത്തിൽ പോയി ദേവിയുടെ മണ്ണുകൊണ്ടുള്ള പ്രതിമയുണ്ടാക്കി ദേവിയെ ഭജിച്ചു വന്നു. അവരിൽ പ്രസന്നരായ ദേവി അവർക്ക് സ്വപ്നദർശനം കൊടുത്തു. ഇതിൽ ഒരു സുന്ദരിയായിട്ടുള്ള ബ്രാഹ്മണ സ്ത്രീയിൽ ഗർഭം ധരിച്ച് ഒരു പുത്രൻ ജനിക്കും, അതോടുകൂടി നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് അനുഗ്രഹിച്ചയച്ചു. അതനുസരിച്ചിട്ട് അവരുടെ നടുവിലുള്ള ഒരു ബ്രാഹ്മണ സ്ത്രീ തുടയിലാണത്രേ ഗർഭം ധരിക്കുക എന്ന് ദേവി അനുഗ്രഹിച്ചത്. തുടയിൽ ഗർഭം ധരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ തുടയിലുള്ള ഗർഭമായാലും അതിനെ ഛേദിക്കണം എന്ന് വിചാരിച്ച് ഹൈഹയന്മാര് അവളെ വിട്ടില്ല, പിടികൂടി. അവരെ ഭയന്ന പൂർണ്ണ ഗർഭിണിയായിരുന്ന അവള് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചപ്പോഴ് ആ തുടയിൽ നിന്നും ഇതാ ഒരു അതിതേജസ്വിയായിട്ടുള്ള ബാലൻ ജനിച്ചു. ആ ബാലന്റെ ദർശനമാത്രയിൽ തന്നെ ഈ ഹൈഹയന്മാരെല്ലാം അന്ധരായിട്ട് ഭവിച്ചു. കണ്ണു കാണാൻ കഴിയാത്ത അവരെല്ലാവരും കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അതിനുള്ള കാരണങ്ങളെ ആലോചിച്ചു. ഈ ബ്രാഹ്മണ സ്ത്രീയുടെ ശാപം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സംഭവിച്ചത് എന്ന് ചിന്തിച്ച് അവര് ഇതാ വീണ്ടും അവളുടെ അടുത്തേക്ക് ശരണാഗതരായി വന്ന് നമസ്കരിച്ചുകൊണ്ട് പറയണു, ഞങ്ങളെ ഈ അന്ധതയിൽ നിന്നും വിമുക്തരാക്കണം, ഇനി ഞങ്ങൾ ഇത്തരം പാപങ്ങൾ ചെയ്യില്ല എന്ന് മാത്രമല്ല, ഹേയത്തിലെ ബ്രാഹ്മണരെല്ലാവരും തന്നെ വിപ്രന്മാരായിട്ടുള്ള നിങ്ങളുടെ സേവകന്മാരായിട്ടിരിക്കാം എന്ന് സത്യം ചെയ്തു എന്ന ഭാഗങ്ങളെയാണ് ഇന്നലെ അവലോകനം ചെയ്ത് നിർത്തിയത്. തുടർന്നുകൊണ്ട് വ്യാസൻ പറയണു, ഇതി തേഷാം വജശ്രുത്വാ ബ്രാഹ്മണീ വിസ്മയാൻവിതാ താനാഹ പ്രണതാൻ ദുസ്താനാശ്വാസ്യ ഗതലോചനാൻ. ഇങ്ങനെ അവർ പറയുന്നത് കേട്ടപ്പോൾ ഈ ബ്രാഹ്മണ സ്ത്രീക്ക് വിസ്മയമായി. കാഴ്ചയില്ലാത്ത ആർത്തരായി കുമ്പിടുന്ന അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ക്ഷത്രിയരെ, ഞാൻ നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെടുത്തിയില്ല, എനിക്ക് നിങ്ങളോട് യാതൊരു ക്രോധവുമില്ല എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെടാനുള്ള കാരണം ഞാൻ പറയാം. നിങ്ങളോട് കോപിച്ചത് എൻ്റെ ഉരുവിൽ നിന്ന് ജനിച്ച ഈ ബാലനാണ്, ഈ ബ്രാഹ്മണനാണ്, ഭാർഗവനാണ്. അതിനുള്ള കാരണം തൻ്റെ ബന്ധുക്കളായിട്ടുള്ള ഗർഭസ്ഥ ശിശുക്കളെപ്പോലും ക്ഷത്രിയരെ കൊന്നതറിഞ്ഞ് കോപിച്ച് അവനാണ് നിങ്ങളുടെ കാഴ്ച കെടുത്തിയത്. ധനത്തിലുള്ള ഇച്ഛ കാരണം ധർമ്മതൽപരരും താപസന്മാരുമായിട്ടുള്ള ഭൃഗുക്കളെയും ഗർഭസ്ഥ ശിശുക്കളെയും നിങ്ങൾ കൊന്നുകൊണ്ടിരിക്കെ ഞാൻ 100 വർഷം ഈ ഗർഭം തുടയിൽ വഹിച്ചുകൊണ്ട് നടന്നു. ഷഡംഗമായ വേദം മുഴുവൻ അവൻ അനായാസം പഠിച്ചു. ഗർഭസ്ഥനായ ബാലനായിരുന്നു എങ്കിലും ഭൃഗുവംശാഭിവൃദ്ധിക്ക് വേണ്ടി അവൻ അത് പഠിച്ചു. പിതാക്കന്മാരെ വധിച്ചത് നിമിത്തം നിങ്ങളോട് അവൻ നേരെ കോപിച്ചിരിക്കുകയാണ്. നിങ്ങളെ വധിക്കാനാണ് അവൻ്റെ ആഗ്രഹം. എൻ്റെ ഈ കുട്ടി
ദേവിയുടെ പ്രസാദം കൊണ്ട് ജനിച്ചവനാണ്. അവൻ്റെ ദിവ്യ തേജസ് കൊണ്ടാണ് നിങ്ങളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഉരുവിൽ നിന്നും ജനിച്ച പുത്രനോട് വിനയപൂർവ്വം നമസ്കരിച്ചുകൊണ്ട് നിങ്ങൾ യാചിക്കൂ. സന്തുഷ്ടനായ അവൻ നിങ്ങൾക്ക് കാഴ്ച നൽകി നിങ്ങളെ അനുഗ്രഹിക്കും എന്നാണ് ആ ബ്രാഹ്മണ സ്ത്രീ ഹൈഹയന്മാരായിട്ടുള്ള ഇപ്പോൾ അന്ധന്മാരായ രാജാക്കന്മാരോട് അവരുടെ അന്ധതയ്ക്കുള്ള കാരണവും അതിൻ്റെ പരിഹാരവും പറഞ്ഞത്. തൽശ്രുത്വാ വചനം തസ്യ ഹൈഹയാസ്തുഷ്ടുപുശ്ചതം പ്രണമേ പ്രണേമൂർവിനയോ വേദ ഊരുജം മുനിസത്തമം. ഇങ്ങനെ ആ വിപ്രപത്നി പറഞ്ഞത് കേട്ട ഈ ഹൈഹയ രാജാക്കന്മാര് ആ ബ്രാഹ്മണ ബാലനെ സ്തുതിച്ചു. ഊരുവിൽ നിന്നും ജനിച്ച അവനെ താണ കുമ്പിട്ട് നമസ്കരിച്ചു. അവരുടെ സ്തുതിയും നമസ്കാരവും കണ്ട ആ ബാലൻ സന്തുഷ്ടനായി. അതിനുശേഷം അവൻ കാഴ്ച നഷ്ടപ്പെട്ട അവരോട് പറഞ്ഞു, രാജാക്കന്മാരെ, നിങ്ങൾ സ്വഗൃഹങ്ങളിലേക്ക് പോയിക്കോളൂ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. സംഭവിച്ചേ മതിയാവൂ എന്നുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് വിധികൽപ്പിതമാണ്. അറിവുള്ളവരെ അതിൽ ദുഃഖിക്കാറില്ല, അല്ലെങ്കിൽ ദുഃഖിക്കരുത്. പണ്ടെപ്പോലെ എല്ലാവർക്കും ദൃഷ്ടികൾ ഉണ്ടാകട്ടെ. ക്രോധം വെടിഞ്ഞ് എല്ലാവരും യഥാസുഖം വീടുകളിലേക്ക് പോയിക്കോളൂ എന്നവൻ പറഞ്ഞപ്പോഴേ എല്ലാവർക്കും കാഴ്ച തിരിച്ചു കിട്ടി. അപ്പോൾ ആ ഹൈഹയന്മാർ അവനോട് നമസ്കരിച്ച് അനുജ്ഞ മേടിച്ചുകൊണ്ട് സ്വന്തം ഭവനങ്ങളിലേക്ക് യാത്രയായി. ആ ബ്രാഹ്മണ സ്ത്രീ ആ ദിവ്യ ശിശുവിനെ എടുത്തുകൊണ്ട് തൻ്റെ ആശ്രമത്തിലേക്കും പോയി. തേജസ്വിയായിട്ടുള്ള അവനെ അവൾ സശ്രദ്ധം പരിപാലിച്ചു. ഭൃഗുക്കളുടെ നാശത്തെപ്പറ്റിയും ലോഭത്താൽ ക്ഷത്രിയർ ചെയ്ത പാപത്തെപ്പറ്റിയും അതിന് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ദുഃഖത്തെപ്പറ്റിയും പിന്നീട് ആ ദുഃഖം എപ്രകാരമാണ് തീർന്നത് എന്നതിനെപ്പറ്റിയുമുള്ള കഥ ഞാനിതാ ഹേ രാജൻ അങ്ങയോട് ദീർഘമായി പറഞ്ഞു കഴിഞ്ഞു എന്ന് വ്യാസൻ അവിടെ പറഞ്ഞപ്പോഴാണ് വീണ്ടും സംശയം തോന്നിയതായിട്ടുള്ള ജനമേജയൻ ചോദിക്കുന്നത്, ശ്രുതം മയാ മഹൽ കർമ്മ ക്ഷത്രിയാണാം ച ദാരുണം കാരണം ലോഭയേവാത്രം ദുഃഖദശ്ചോഭയോസ്തു സാ. ക്ഷത്രിയന്മാർ ചെയ്ത അതിഭയങ്കരമായ പ്രവൃത്തിയെപ്പറ്റി അങ്ങതായി പറഞ്ഞത് ഞാൻ കേട്ടു. ഇരുകൂട്ടർക്കും ദുഃഖമുണ്ടാക്കാൻ കാരണം ലോഭം തന്നെയാണ്. അത് ബ്രാഹ്മണർക്കും നാശമായി ഭവിച്ചു. ഹൈഹയ രാജാക്കന്മാർക്കും ദോഷമായി ഭവിച്ചു. രണ്ടുപേർക്കും ദുഃഖത്തിന് കാരണം ആ ലോഭം തന്നെയാണ്. ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഹൈഹയന്മാരെന്ന പ്രസിദ്ധമായ പേര് ആ രാജാക്കന്മാർക്ക് എങ്ങനെയാണ് ലഭിച്ചത്? യദുവിൽ നിന്ന് യാദവന്മാർ, ഭരതനിൽ നിന്ന് ഭാരതന്മാർ, ഇങ്ങനെയാണല്ലോ ചില പേരുകളൊക്കെ കേട്ടിരിക്കുന്നത്. ഇവരുടെ വംശത്തിൽ ഹൈഹയൻ എന്ന പ്രസിദ്ധനായ ഏതെങ്കിലും രാജാവുണ്ടായിരുന്നോ? ഹൈഹയൻ എന്ന പേര് കിട്ടാനുള്ള കാരണം എന്താണ്? ആ ക്ഷത്രിയരെ ഏത് കർമ്മം ചെയ്ത് എങ്ങനെയാണ് ഹൈഹയന്മാരായത് എന്നുള്ളതിനെ വിശദമായിട്ട് പറഞ്ഞു തരണം എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ ജനമേജയൻ സംശയമായിട്ട് ചോദിക്കുന്നത്. ആ വംശത്തിനെ പറ്റി, ആ ഹൈഹയ വംശത്തിനെ പറ്റിയാണല്ലോ പറഞ്ഞു വന്നത്. അപ്പോഴാണല്ലോ അതിൽ കീർത്തിമാനായിട്ടുള്ള കാർത്തവീരാർജുനനും അദ്ദേഹം ചെയ്ത ദാനങ്ങളും അതിൽ ലോഭികളായി തീർന്ന ബ്രാഹ്മണരും പിന്നെ ആ ബ്രാഹ്മണരെയെല്ലാം ഹൈഹയന്മാർ വധിച്ചതും ഉള്ള കഥകളൊക്കെ നീണ്ടുപോയത് എത്രയും കഴിഞ്ഞ 1-2 അധ്യായങ്ങളായിട്ട് പറഞ്ഞു പോകുന്നതിൻ്റെ കാരണം ഹൈഹയന്മാരുടെ ചരിത്രമാണല്ലോ. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഈ ഹൈഹയന്മാർ? അവർക്ക് എങ്ങനെയായി പേര് കിട്ടിയത്? ആരൊക്കെ ആയിരുന്നു പൂർവജന്മാർ? എന്താണ് എന്നുള്ളതിനെ വിസ്തരിച്ച് പറഞ്ഞു തരണം എന്നുള്ള അഭ്യർത്ഥന ജനമേജയൻ്റെ അവിടെ വ്യാസനോട് ചോദിക്കണു. വ്യാസൻ ഉത്തരം പറയാൻ തുടങ്ങുന്നു.